ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു പനീറിൻ്റെയും വട്ടാണരിയും ഒരു ഗ്രീൻ പീസ് ഉള്ളത്. ഇത് ഫ്രഷാണ്. അതിൻ്റെ കറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ശരിക്കും ഉണ്ടാക്കാം ഇത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ആദ്യം തന്നെ ഈ പനീറിൽ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, അതിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടൊന്ന് ചൂടാക്കണം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. കുറച്ച് മതി. അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ലൈറ്റ് ബ്രൗൺ ആയിട്ട്. ഇതൊന്ന് ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഞാനൊരു കാന്ത എടുത്തിട്ടുണ്ട്. ഒരു വലിയ കാന്തയാണ്. ഒരു കാന്തയുണ്ട്, 2 തക്കാളി ഉണ്ട്. അതൊന്ന് എന്താ പറയുക, ചെറുതായിട്ട് അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതെല്ലാം ഒന്നിച്ചിടാം, വേറെ വേറെ ഇടേണ്ട കാര്യമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, അത് 1 ടീസ്പൂൺ. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ്. ഇതൊന്ന് അരയ്ക്കേണ്ടതുണ്ട്, നമുക്കൊന്ന് വറുത്തിട്ട്. അപ്പോൾ പിന്നെ പേസ്റ്റാക്കി അഡ്വാൻസ് ആയിട്ട് ഇടേണ്ട കാര്യമില്ല. പിന്നെ അത് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 10-12 എണ്ണം ഉണ്ട്. ഇത് ചെറുതായ കാരണം ഒരു 15 എണ്ണം ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക്. വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് അരയ്ക്കണം. അപ്പം നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ്സും കിട്ടും. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇടുന്ന കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കറി. ഈ പനീർ 2 സൈഡും ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത്ര മതി ഇത്. പിന്നെ ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് കുറച്ച് മസാല ഇടണം നമുക്ക്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഒന്ന് മിക്സാക്കി ഒന്ന് എൻ്റെ പച്ചക്കുത്ത് പോണ വരെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമുക്ക് മിക്സിയിലൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് ചൂടാറിയിട്ടാണ് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ പനീർ ഞാനൊരു 200 ഗ്രാമിന് എടുത്തിട്ടുള്ളത്. പിന്നെ വട്ടാണ ഒരു 150. നമ്മൾ വാട്ടിയെടുത്ത മസാലയെല്ലാം ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റ് പോലെ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ, 1 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് ഇത് അതിലേക്കൊന്ന് ഇടണം. ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഈ മസാല ഇതിൽ ജാറൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. കാരണം പട്ടാണ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിലിട്ടിട്ട്. അതിനാവശ്യമുള്ള വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ട വരും. നമുക്ക് ഗ്രേവി എത്ര വേണമെന്നനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം കുറച്ച്. പനീർ ഇനി വെവാനൊന്നുമില്ല, ഓൾറെഡി വെന്ത് കഴിഞ്ഞതിന്. ജാറ് കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് ഇതിൽ വറ്റിപ്പോവും.
ഇത് കുറേ എന്താ പറയുക, കുറേ വെള്ളം പോലെ ഉണ്ടാവില്ല. ഇത് സ്പൂൺ അതിൽ വീണ് പോയി. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിനുണ്ടാവുക. ഇതൊഴിച്ച് ഇതിലേക്ക് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസ് ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ സീസണാണ് ഗ്രീൻ പീസിൻ്റെ. അത് നമ്മൾ വാങ്ങി ഫ്രഷായി ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 1 കൊല്ലം 1.5 കൊല്ലം വേണമെങ്കിൽ 2 കൊല്ലം വരെ ഇരിക്കും, അത് കേടാവാതിരിക്കും. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ല പ്രോട്ടീനും വിറ്റാമിൻസൊക്കെ ഉള്ള ഒരു ഡിഷാണ്. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ എല്ലാ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഗ്രീൻ പീസ് ഇതൊന്ന് തിളച്ചാൽ വെന്തോളും, കാരണം അത് ഫ്രഷ് അല്ലേ, കൂടുതൽ നേരം വേവിക്കേണ്ട കാര്യമില്ല. എന്നാലും കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക്, അപ്പോൾ പെട്ടെന്ന് തിള വരും. അപ്പോൾ നമ്മുടെ വട്ടാണയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, ഗ്രേവിയൊക്കെ കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം വേവാനൊന്നും നിൽക്കണ്ട, ഒന്ന് തിളച്ചാൽ മതി. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇടണം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിൽ കസൂരി മേത്തി ഇടുന്നുണ്ട് കുറച്ച്. അത് ഉലുവേര ചെറിയ തൈ ഞാൻ അവർ ഉണക്കി വെക്കുന്നതാണ്. ഇപ്പം എല്ലാ മോളുകളിലൊക്കെ കിട്ടുന്നത്. തരുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും. കസൂരി മേത്തി, പിന്നെ കുറച്ച് മല്ലിത്തൈ ഇടുക. ഇത്ര ഇടണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് മേക്കർ ഉണ്ട് അതിൽ കുറച്ച് ഒരു പഞ്ചസാര ഇടുക, അതിൻ്റെ എല്ലാ ടേസ്റ്റും ഒന്ന് ക്രമീകരിക്കാനായിട്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് ടേസ്റ്റ് കൂട്ടാനുള്ളൊരു ടിപ്സാണത്. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ തയ്യാറാക്കാനായിട്ട്. കുറച്ച് സമയമല്ലേ ഉപയോഗിച്ചുള്ളൂ, അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.